ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ NIOS +2 സോഷ്യോളജി ചാപ്റ്ററുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിനി വൈകിപ്പിക്കണം അല്ലേ, ക്ലാസ്സിലോട്ട് പോയാലോ? നമ്മൾ നേരത്തെ 14 ചാപ്റ്ററോളം നോക്കിയിട്ടുണ്ട്. 14 ചാപ്റ്ററോളം നോക്കി എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ്. നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ. ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും, സംശയമുള്ളത് പറഞ്ഞു തരും, ഒക്കെ ചെയ്യാം. പക്ഷെ ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ ഒന്നും തന്നെ ഇല്ല. അപ്പൊ നിങ്ങള് മടി കൂടരുത്, അലസത ബാധിക്കാതെ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ചെയ്യാനുള്ളത് ഇത്രമാത്രം: ക്ലാസ്സുകൾ എന്നും കാണുക, അതിൽ നിന്ന് മനസ്സിലാക്കുന്ന നോട്ടുകൾ സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അതിനൊന്നും വായിക്കുക, സുഖമായിട്ട് +2 ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ കൊച്ചു വർത്തമാനമൊക്കെ ഒന്ന് നിർത്തി വെച്ചിട്ട് നമുക്ക് എവിടേക്ക് പോവാം? ക്ലാസ്സിലോട്ട് പോയാലോ? ഓക്കെ, ക്ലാസ് എന്ന് പറയുന്നത് ഏതാണ് നമുക്കറിയാം. സോഷ്യോളജി ആണല്ലോ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യോളജിന്റെ ചാപ്റ്റർ 15 ആണ് അല്ലെ, ചാപ്റ്റർ 15 എക്കണോമി, പൊളിറ്റി ആൻഡ് റിലീജിയൻ. ആ ചാപ്റ്ററിന്റെ പേരിൽ തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ട് അല്ലെ. സ്പ്ലിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു എക്കണോമി, അത് കഴിഞ്ഞതിന് ശേഷം ഒരു വേർഡാണ് പൊളിറ്റി ആൻഡ് റിലീജിയൻ. അങ്ങനെ 3 കാര്യങ്ങളുണ്ടെന്ന് ഇപ്പൊ തന്നെ മനസ്സിലായി. ചാപ്റ്റർ 15 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഓക്കെ, എല്ലാവരും റെഡി ആണല്ലോ? നമുക്ക് നോക്കാം അല്ലെ. എന്താണ് എക്കോണമി എന്ന് പറയുമ്പോൾ? എക്കോണമി എന്ന് പറയുമ്പോൾ എന്താണ്? സമ്പദ് മേഖല അല്ലേ. എന്തൊക്കെയാണ് സമ്പദ് മേഖല എന്ന് പറയുമ്പോൾ? അതുപോലെ ഉൽപാദനം, അതുപോലെ തന്നെ വിതരണം, ഉപഭോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർന്ന മേഖലയാണ് എന്ത് വിളിക്കുന്നത്? എക്കോണമി എന്ന് പറയുമ്പോൾ. അപ്പൊ പൊളിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അറിയാമല്ലോ അല്ലെ. രാഷ്ട്രീയപരമായ വോട്ടെടുപ്പ്, അതുപോലെ തന്നെ ഡെമോക്രസി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് എവിടെയാണ്? നമ്മുടെ പൊളിറ്റിയിൽ. അതുപോലെ തന്നെ റിലീജിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ വിശ്വാസങ്ങൾ, ബിലീവ്സ്, സൂപ്പർ സിറ്റുവേഷൻസ് ഒക്കെ വരുന്നത് എവിടെയാണ്? ബിലീവ്സിൽ. അതൊക്കെ വരുന്നത് റിലീജിയനിലാണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. അത്രയേ ഒന്ന് മനസ്സിലാക്കി വെക്കാം. വലിയ അങ്ങനെ ഏറ് പിടിച്ച് അല്ലെങ്കിൽ എനിക്കൊന്ന് മനസ്സിലായല്ലോ എന്നുള്ള രീതിയിലൊന്നും ഇരിക്കണ്ട. നമുക്ക് സുഖമായിട്ട് ഇത് പഠിച്ച് ഇപ്പൊ സെറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ് ഓഫ് ഇക്കോണമി. എന്താണ് കോൺസെപ്റ്റ് ഓഫ് ഇക്കോണമി? ഞാനിപ്പോ പറഞ്ഞില്ലേ, അത് തന്നെയാണ് പറയുന്നത്. എന്താണ് നമ്മുടെ ഇക്കോണമി എന്ന് പറയുമ്പോൾ? എന്താണ്? ഉൽപാദനം, അതുപോലെ തന്നെ എന്താണ്? വിതരണം, ഉപഭോഗം, പ്രവർത്തനം, അതുപോലെ തന്നെ മാതൃക എന്നിവയുടെ നിയമങ്ങളും നടപടിക്രമങ്ങളും ആദർശങ്ങളുമാണ് സാമ്പത്തിക സ്ഥാപനം എന്ന് പറയുന്നത്. എടാ, ഒന്നുമില്ല, നിങ്ങൾ ഇത് കണ്ടിട്ട് പേടിക്കണ്ട, സംഭവം ഒന്നുമില്ല. എന്താണ്? നമ്മുടെ ഇവിടെ തന്നെ ഉൽപാദനം, അതുപോലെ തന്നെ വിതരണം ഉണ്ടല്ലേ, അല്ലെ, കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇതെല്ലാം കൂടെ ചേരുന്ന മേഖലയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ ഇക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? നോക്കിക്കേ, ഉൽപാദനം, വിതരണം, ഉപഭോഗം, പ്രവർത്തന വ്യവസ്ഥ. ഓക്കെ, നിയമങ്ങൾ, അതനുസരിച്ച് ഒരു നിയമം ഉണ്ടല്ലേ. നമുക്കറിയാം, ഒരു ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ അതിന് കുറച്ച് ബിസിനസിന്റെ കാര്യങ്ങളായാണ് നിയമവശങ്ങൾ, നിയമകാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ നടപടിക്രമങ്ങൾ, ഇവയെല്ലാം, ഈ ആദർശങ്ങളൊക്കെ ഉള്ളതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇക്കണോമി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് സമൂഹത്തിന്റെ ഒരു ഉപവ്യവസ്ഥയാണ്. അത് നിങ്ങൾ മെൻഷൻ ചെയ്ത് പഠിക്കാം. ഇത് സമൂഹത്തിന്റെ ഒരു ഉപവ്യവസ്ഥയാണ്. ഇതൊരു സമൂഹത്തിന്റെ ഒരു ഉപവ്യവസ്ഥയാണ്. കാരണം ഇതില്ലാതെ ഉണ്ടോ? ഇക്കോണമി ഇല്ലാതെ നമ്മുടെ കൺട്രിക്ക് നിലനിന്ന് പോകാനായിട്ട് സാധിക്കോ? എന്തിനും ഏതിനും എന്ത് വേണം? സാമ്പത്തികം എന്ന് പറയുന്ന ഒരു മെയിൻ ഫാക്ടർ അല്ലേ. അത് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇന്ന് കാണുന്ന എല്ലാ സാമ്പത്തിക സ്ഥാപനങ്ങളും എന്താണ്? വളരെ ഓൾഡ് ആണ്. ഓൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പഴക്കം ചെയ്യുന്നതാണ്, വളരെ പഴക്കം ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന മിക്ക സാമ്പത്തിക സ്ഥാപനങ്ങൾ. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലായി എന്താണ് ഇക്കോണമി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെങ്കിൽ പഴയ സ്ഥാപനമാണ് അല്ലെ. ഇന്ന് കാണുന്ന എല്ലാത്തിനും എന്താണ്? ഒരു പഴക്കം സംഭവിച്ചിട്ടുണ്ട്. വളരെ പഴക്കം ഉള്ളതാണ്. പണ്ട് തൊട്ടേ ഇക്കോണമി ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രാകൃതപരമായിട്ടും കാർഷികപരമായിട്ടും വ്യവസായപരം. നമുക്കറിയാം, നിയോളിത്തിക് ഏജിലും മെസോളിത്തിക് ഏജിലും പാലിയോളിത്തിക് ഏജിലും ഒക്കെ ജനങ്ങളും എന്തുപയോഗിച്ചിരുന്നു? സമ്പദ് മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. അതുകൊണ്ടല്ലേ അവർ രാവിലെ എഴുന്നേറ്റ് അവർക്ക് കഴിക്കണ്ടേ, അവരെന്ത് ചെയ്യും? ഹണ്ടിങ് ചെയ്യും, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ചെയ്യും അല്ലെ. അത് കഴിഞ്ഞ ശേഷം വച്ചുണ്ടാക്കി കഴിക്കും. ഇതെല്ലാം എന്ത് തന്നെയാണ്? ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതാണ് പ്രാകൃതപരമായിട്ടും കാർഷികപരമായിട്ടും വ്യവസായപരമായിട്ടും എന്ത് ചെയ്തു ഉണ്ട്. കാരണം ഇവിടെ പറയുന്നുണ്ട്, ഭക്ഷണ ശേഖരത്തിന് എന്താണ്? ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ഇറങ്ങിയത് തൊട്ടുള്ള കാലഘട്ടത്തെ 1-ാം ഘട്ടം എന്നാണ് വിളിക്കുന്നത്. അതായത് ഇവിടുത്തെ നമ്മുടെ പ്രാകൃത മനുഷ്യർ അല്ലെ, പ്രാകൃത പിതാക്കന്മാർ എന്ത് ചെയ്തു? അവർക്കും എന്താണ്? ഇക്കോണമിക്ക് അവരും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് എന്ത് ഘട്ടമായിട്ട് വിളിക്കാം? 1-ാം ഘട്ടമായിട്ട് വിളിക്കാന്നാണ് ഇവിടെ പറയുന്നത്. 1-ാം ഘട്ടം എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് പ്രിഫറൻസ് ആണ്.
ഒന്നാം ഘട്ടമാണ്. ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ ഇന്ന് കാണുന്ന എല്ലാ സാമ്പത്തിക സ്ഥാപനങ്ങളും എങ്ങനെയാണ്, വളരെ പഴക്കമുള്ളതല്ലേ, അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? വളരെ പഴക്കം. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് വരെ എന്തിനുള്ള പ്രാധാന്യം ഉണ്ട്, നമ്മുടെ ഇക്കോണമിക്ക് വേണ്ടിയിട്ടുള്ള പ്രാധാന്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അവർ രാവിലെ എഴുന്നേറ്റിട്ട് എന്താണ്, ഭക്ഷണ ശേഖരത്തിന് വേണ്ടിയിട്ട്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അവർ എന്ത് ചെയ്യാണ്, രാവിലെ ഇറങ്ങിത്തിരിക്കുകയാണ്. അതും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മുടെ ഇക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഉൽപാദനം വിതരണം, ഉപഭോഗം, പ്രവർത്തനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മുടെ ഇക്കോണമി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് കാണുന്നത് എങ്ങനെയാണെന്നാ പറഞ്ഞത്, വളരെ പഴക്കം ചെയ്തതാണ് എന്തെന്ന് പറയുന്നത്, ഇക്കോണമി എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാ പറഞ്ഞത്, പ്രാകൃതമാണ്, കാർഷികമാണ്, വ്യവസായമാണ്. പിന്നെ ഭക്ഷണ ശേഖരത്തിന് ഇറങ്ങിയത് മുതൽ അത് എന്താണ്, ഏത് ഘട്ടം എന്നാണ് പറയുന്നത്, ഒന്നാം ഘട്ടം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം പ്രിമിറ്റീവ് എന്താണ്, പ്രിമിറ്റീവ് എക്കോണമി. നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്നായിട്ട് തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ, പ്രിമിറ്റീവ് എന്നും കാർഷികം എന്നും വ്യവസായം എന്നും. ഇക്കോണമി മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. എന്താണ്, നോട്ട് എഴുതിയെടുക്കുക. പ്രാകൃതം എന്നും കാർഷികം എന്നും വ്യവസായം എന്നും. ഓക്കെ, ഇനി പ്രാകൃതത്തെ എന്ന് വിളിക്കുന്നു, പ്രിമിറ്റീവ് എന്ന് ഇംഗ്ലീഷില്. കാർഷികത്തെ അഗ്രേൻ, വ്യവസായത്തെ ഇൻഡസ്ട്രിയൽ. ഓക്കെ, വ്യവസായത്തെ ഇൻഡസ്ട്രിയൽ. അപ്പൊ നോക്കാം, ഫസ്റ്റത്തെ നമുക്ക് എന്തിലോട്ട് പോവാം, പ്രിമിറ്റീവ് എക്കോണമിയിലോട്ട് പോവാം. എന്താണ് പ്രിമിറ്റീവ് എക്കോണമി എന്ന് പറയുന്നത്? പ്രിമിറ്റീവ്, പേരിൽ തന്നെ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രാകൃതമാണ് അല്ലെ, പ്രാകൃതം. അതായത് പ്രകൃതിയെ ആശ്രയിച്ചിരുന്ന ഘട്ടമാണ് അല്ലെ. ഇതെന്ന് പറയുമ്പോൾ എന്താണ്, പ്രകൃതിയാണ് ആശ്രയിച്ചിരുന്നത്. ഇവർക്ക് ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, പ്രകൃതിയാണ്. ഇവർക്ക് വേണ്ടത് പ്രകൃതിയിലാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എന്ത് സാധനങ്ങളും ഒക്കെ എന്താണ് അവർ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് എന്ന് വിളിക്കുന്നത് പ്രിമിറ്റീവ് എക്കോണമി എന്ന് വിളിക്കുന്നത്. മഴ, വെള്ളപ്പൊക്കം, തൊഴിൽ വിഭജനം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അവർ എന്ത് ചെയ്തിരുന്നത്, കൃഷി ചെയ്തിരുന്നത്, അല്ലെങ്കിൽ എക്കോണമി, ഒരു സമ്പദ് വ്യവസ്ഥ കൊണ്ടുവരുന്നത്. മഴയൊക്കെയാണ് അല്ലെ, മഴ അവരുടെ പ്രകൃതിയുമായിട്ട് ചേർന്ന ഒരു ബന്ധമുള്ള എക്കോണമി ആയിരുന്നു മഴ. പിന്നെന്താണ്, വെള്ളപ്പൊക്കം. പിന്നെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് അധ്വാനിച്ചിരുന്നു അല്ലെ. രാവിലെ എന്താണ്, സ്ത്രീകൾ എന്ത് ചെയ്തിരുന്നു, ഹണ്ടിങ്ങിനായിട്ട് സ്ത്രീകളും പുരുഷന്മാരും എന്ത് ചെയ്തു, പോയിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ്, സ്ത്രീ പുരുഷ എന്താണ് വ്യത്യാസം മനസ്സിലാക്കിയാണ് പോയിക്കൊണ്ടത്. തൊഴിൽ വിഭജനം അല്ലെ, തൊഴിൽ വിഭജനം എന്ന് പറയുമ്പോൾ എന്താണ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർക്കുണ്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. തൊഴിൽ വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, സ്ത്രീ പുരുഷ വ്യത്യാസം മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത് പ്രിമിറ്റീവ് എക്കോണമി. പ്രിമിറ്റീവ് എക്കോണമി ഒന്നുമില്ല, പ്രകൃതിയെ ആശ്രയിച്ചിരുന്ന കാലഘട്ടത്തെയാണെന്ന് വിളിക്കുന്നത് പ്രിമിറ്റീവ് എക്കോണമി എന്ന് പറയുന്നത്. മഴ, വെള്ളപ്പൊക്കം അല്ലെ, മഴ, വെള്ളപ്പൊക്കം, തൊഴിൽ വിഭജനം ഇവയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പീരീഡിനെയാണെന്ന് വിളിക്കുന്നത് പ്രിമിറ്റീവ് എക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് എന്താണ്, രണ്ടാമത്തെ എക്കോണമി നമ്മൾ പറഞ്ഞു അഗ്രേൻ എക്കോണമി. അഗ്രേൻ എക്കോണമി എന്ന് പറയുമ്പോൾ എന്താണ്, പേരിലുണ്ട് അല്ലെ. അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, മിടുക്കന്മാർ, എന്താണ്, കൃഷി അല്ലെ. അപ്പോ ഇവിടെ പറയുന്നുണ്ട് അഗ്രേൻ എന്താണ് ഇക്കോണമി എന്ന് പറയുമ്പോൾ കൃഷിക്ക് വേണ്ടി ഒരിടത്ത് സെറ്റിലായി അല്ലെ. ഇവർ എന്ത് ചെയ്തു, കൃഷിക്ക് വേണ്ടിയിട്ട് ഒരിടത്ത് സെറ്റിലായി. അല്ലെങ്കിൽ ഇതിൽ നടന്നില്ലേ, പ്രിമിറ്റീവിലാർക്ക് വീണിടം വിഷ്ണു ലോകമായിരുന്നു അല്ലെ. ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല, അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, കൃഷിക്ക് വേണ്ടി ഒരിടത്ത് സെറ്റിലായി. വിത്ത്, കിഴങ്ങ് ഇതൊക്കെ എന്ത് ചെയ്തു, കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയ കാലഘട്ടത്തെയാണ് എന്ന് വിളിക്കുന്നത് അഗ്രേൻ ഇക്കോണമി എന്ന് വിളിക്കുന്നത്. കിട്ടുന്ന വിത്തുകളായാലും കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ എന്താണ് കിഴങ്ങുകളായാലും അതൊക്കെ കൊണ്ടുപോയി കൃഷി ചെയ്തു. കൃഷി എന്താണ്, സ്ത്രീകളുടെ പ്രധാന ജോലിയായിട്ട് മാറി. കാരണം ഇവിടെ എത്തിയപ്പോ പുരുഷന്മാർ എവിടേക്ക് പോയി, ഹണ്ടിങ്ങിലോട്ട് പോയി. മനസ്സിലാവുന്നുണ്ടോ? പുരുഷന്മാർ ഹണ്ടിങ്ങിലോട്ട് പോവുകയും സ്ത്രീകൾ എന്തിലോട്ടും വന്നു, കൃഷിയിലോട്ട് വന്നു. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് കൃഷി സ്ത്രീകളുടെ പ്രധാന ജോലിയായിട്ട് മാറി. മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു. മൃഗങ്ങളെ എന്ത് ചെയ്തു, ഇണക്കി വളർത്തിയിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഒരു വ്യക്തിക്കായിരുന്നില്ല. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഒരു വ്യക്തിക്കായിരുന്നോ? ഇല്ല, ഒരു സംഘത്തിനോ സമുദായം. അതായത് ഇത് ഇത്ര ഒരു പ്ലോട്ട് ആണെങ്കിൽ ഇത് എന്റെ അവകാശം മാത്രമല്ല, എനിക്ക് വേണ്ടി മാത്രമല്ല, ഇതില് എന്താണ് എന്റെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എന്തുണ്ട്, പ്രാധാന്യമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്റെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എന്തുണ്ട്, പ്രാധാന്യം ഉണ്ടായിരുന്നു. എന്റെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എന്തിലോട്ട് പ്രാധാന്യമുണ്ട്, ഈ ഒരു പ്ലോട്ടിലോട്ട് പ്രാധാന്യം ഉണ്ട്. അതാ ഇവിടെ പറയുന്നത് ഒരു ഭൂമിയുടെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് മാത്രമായിരുന്നോ? അല്ല, സംഘത്തിനോ അതുപോലെ തന്നെ സമുദായത്തിനോ മൊത്തത്തിലായിരുന്നു ഇതിന്റെ എന്തെന്ന് പറയുന്നത് ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഒന്നുകൂടെ നോക്കാം അല്ലെ, എന്താണ് കോൺസെപ്റ്റ് ഓഫ് ഇക്കോണമി. കോൺസെപ്റ്റ് ഓഫ് ഇക്കോണമിയെ നമ്മൾ എത്ര എടുത്തിരിക്കുന്നുണ്ട്, പ്രിമിറ്റീവ് എന്നും അതുപോലെ തന്നെ അഗ്രേൻ എന്നും ഇൻഡസ്ട്രിയൽ നോക്കി.
പ്രിമിറ്റീവും അഗ്രൈനും നമ്മൾ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രാകൃതമായിരുന്നു അല്ലെ? പ്രാകൃതമായിട്ടുള്ള എക്കോണമിയാണ് എന്ന് വിളിക്കുന്നത് പ്രിമിറ്റീവ് എക്കോണമി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് പ്രകൃതിയെ ആശ്രയിച്ചിട്ടുള്ള എക്കോണമി ആയിരുന്നു പ്രിമിറ്റീവ് എക്കോണമി. അതായത് മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും? കൃഷിയിലോട്ട് പോകുന്നുണ്ട്. വെള്ളപ്പൊക്കം അല്ലെ? ഇതിനൊക്കെ എന്ത് ചെയ്തു? ഇവരെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആ ഒരു പീരീഡ് തന്നെയാണ് പ്രിമിറ്റീവ് എക്കോണമി എന്ന് പറയുന്നത്. അപ്പൊ നേരെ തിരിച്ച് എന്താണ്? അഗ്രൈൻ എക്കോണമിയിൽ വന്നപ്പോ എന്താ സംഭവിച്ചത്? കൃഷിക്ക് വേണ്ടിയിട്ടാണ് പ്രാധാന്യം നൽകിയത് അല്ലെ? കൃഷിക്ക് വേണ്ടിയിട്ട് പ്രാധാന്യം നൽകി. ഇവിടെ എത്തിയപ്പോ സ്ത്രീകൾക്കായി എന്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? കൃഷിയുടെ ഡ്യൂട്ടി അല്ലെ? പുരുഷന്മാർ എവിടേക്ക് പോയി? ഹണ്ടിങ്ങിലോട്ട് പോയി. പിന്നെ എന്താ ചെയ്തത്? മൃഗങ്ങളെ എന്ത് ചെയ്തു? ഇണക്കി വളർത്തിയത്. മൃഗങ്ങളെ എന്ത് ചെയ്തു? ഇണക്കി വളർത്തി. ഈ ഒരു ഭൂമിയുടെ ഉടമസ്ഥാവകാശം തനിച്ചായിരുന്നോ? അല്ലല്ലേ? എന്തൊക്കെയാ സംഭവിച്ചത്? ഭൂമിയുടെ ഉടമസ്ഥൻ തനിച്ചായിരുന്നില്ല. എന്തൊക്കെയായിരുന്നു? ഇത് ഒരു ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഒരു സമുദായത്തിനോ മൊത്തം ആയിരുന്നു. ഓക്കെ. പിന്നെ ഗ്രാമങ്ങളൊക്കെ എന്ത് ചെയ്തു? സ്വയം പര്യാപ്തത നേടി. ഗ്രാമങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്വയം പര്യാപ്തത നേടിയത് എന്തിലാണ്? ഈ അഗ്രൈൻ റെവല്യൂഷൻ അല്ലെങ്കിൽ അഗ്രൈൻ എന്താണ്? എക്കോണമിയിൽ ആണ്. ഓക്കെ. ഇനി ഇൻഡസ്ട്രിയൽ എക്കോണമി. ഇൻഡസ്ട്രിയൽ എക്കോണമി എന്ന് പറയുമ്പോൾ എന്താണ്? ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം ഉണ്ടായത്. ഇംഗ്ലണ്ടിലാണ് എന്തുണ്ടായത്? വ്യവസായ വിപ്ലവം ഉണ്ടായത്. മനസ്സിലാവുന്നുണ്ടോ? ഇംഗ്ലണ്ടിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഓരോ എന്താണ് നമ്മുടെ എക്യുപ്മെന്റ്സ് ആയാലും അതുപോലെ തന്നെ ഓരോ ഉപകരണങ്ങളായാലും ഉണ്ടാക്കിയതും അവിടെ നിന്ന് റെവല്യൂഷൻ ഉണ്ടായത്. അതായത് അച്ചടി യന്ത്രം, അതുപോലെ തന്നെ ഒരു വിപ്ലവകരമായ മാറ്റങ്ങൾ എന്ത് ചെയ്തു? ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായി. മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഇത് എവിടെയാണ് ഉണ്ടായത്? ഇംഗ്ലണ്ടിലാണ് അല്ലെ? അതിന്റെ കുറച്ച് യന്ത്രങ്ങളൊക്കെ വന്നപ്പോ അതെല്ലാം എവിടേക്കും വന്നു? നമ്മുടെ ഇവിടേക്കും എന്ത് ചെയ്തു? അതിന്റെ സ്പ്രെഡ് അലയടികൾ എന്ത് ചെയ്തു? അടിച്ചു. ഇവിടെ പറയുന്നുണ്ട് ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം ഉണ്ടായത്. യന്ത്രങ്ങൾ മാറ്റം സൃഷ്ടിച്ചു. മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ ആര് ചെയ്യാൻ തുടങ്ങി? മാൻ പവർ ലെസ് ആയി അല്ലെ? ഇവിടെ ആർക്കാണ് പ്രാധാന്യം? ഇവിടെ യന്ത്രങ്ങൾക്കാണ് പ്രാധാന്യം. ഉൽപാദന വിതരണത്തിലെല്ലാം എന്ത് ചെയ്തു? മാറ്റങ്ങൾ വന്നു. ഉൽപാദന വിതരണത്തിലെല്ലാം മാറ്റങ്ങൾ വന്നു. മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളല്ല ഇപ്പൊ ആർക്കായി പ്രാധാന്യം കൊടുത്തത്? ഇവിടെ നമ്മുടെ യന്ത്രങ്ങൾക്കാണ് പ്രാധാന്യം. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ മനസ്സിലായല്ലോ? ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇത്രയും പോകുന്നത്. എസ്എ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിരിക്കുക. കോൺസെപ്റ്റ് എക്കോണമി എന്ന് പറയുമ്പോൾ എന്താണ്? ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ആ ഒരു സാമ്പത്തിക സ്ഥാപനത്തെയാണ് എന്ന് വിളിക്കുന്നത് എക്കോണമി എന്ന് വിളിക്കുന്നത്. ആ ഇക്കോണമിയെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. പ്രിമിറ്റീവ് എക്കോണമി എന്നും അതുപോലെ തന്നെ അഗ്രൈൻ എക്കോണമി എന്നും പിന്നെ അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇക്കോണമി എന്ന് പറയുന്നത്. പ്രിമിറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു, പ്രകൃതിയെ ആശ്രയിച്ചു. അഗ്രൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? കൃഷിയെ ആശ്രയിച്ചു. അടുത്ത ഇൻഡസ്ട്രിയൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ ഇവിടെ യന്ത്രങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത് എക്സ്പ്ലെയിൻ പൊളിറ്റിക്കൽ സിസ്റ്റം. പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പൊളിറ്റിക്കൽ സിസ്റ്റം? സമൂഹത്തിലെ ശക്തിയുടെ വിതരണമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് അല്ലെ? സമൂഹത്തിലെ ശക്തിയുടെ വിതരണം. ശക്തി എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഒരു പവർ ഉണ്ടല്ലേ? അല്ലെ? ഒരു പവർ ഉണ്ട്. അതായത് ഭരിക്കാൻ ശക്തിയുള്ള. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കാം. എക്സ്പ്ലെയിൻ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് തന്നെ ചോദിക്കും നിങ്ങൾക്ക്. സമൂഹത്തിലെ ശക്തിയുടെ വിതരണമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭരണമാണ് അല്ലെ? ഭരിക്കാൻ ശക്തിയുള്ളവരാണ് എന്തെന്ന് പറയുന്നത്? മേൽത്തട്ടിലിരിക്കുന്നത്. നമുക്കറിയാം മേൽത്തട്ടിലിരിക്കുന്ന ആള് ഭരിക്കാൻ ശക്തിയുള്ളവർ. ഭരിക്കാൻ എന്താണ്? ശക്തിയില്ലാത്ത ആൾക്കാർ എവിടെ വരും? എന്താണ് ഇവിടെ പറയുന്നുണ്ട്? താഴ്ത്തട്ടിലൊക്കെ വരും അല്ലെ? ഇവിടെ പറയുന്നുണ്ട് ഭരിക്കാൻ ശക്തിയുള്ളവർ മേൽത്തട്ടിലും ഭരിക്കാൻ ശക്തിയില്ലാത്തവർ എവിടെയും വരും? കീഴ്പ്പെടും. അപ്പൊ അവർ നമ്മൾ എന്ത് ചെയ്യും? ഭരിക്കും അല്ലെ? ശക്തി ഇവിടെ പവർ ആണ് പറയുന്നത്. എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തിരിക്കാം അല്ലെ? സമൂഹത്തിലെ ശക്തിയുടെ വിതരണമാണ് എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്നത്. സമൂഹത്തിലെ ശക്തിയുടെ വിതരണം ശ്രദ്ധിച്ചു പഠിക്കാം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാം. സമൂഹത്തിലെ ശക്തിയുടെ വിതരണത്തെയാണ് എന്ത് വിളിക്കുന്നത്? രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത്. ഭരിക്കപ്പെടുന്നവർ എവിടെയാണ്? താഴെയും ഭരിക്കാൻ ശക്തിയുള്ളവർ എവിടെയാണ്? മുകളിലുമാണ് അല്ലെ മേൽത്തട്ടിലുമാണ് ഇരിക്കുന്നത്. ഓക്കെ, അത്ര മനസ്സിലായല്ലോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് റിലീജിയൻ. നമ്മൾ നേരത്തെ പഠിച്ചു പൊളിറ്റിക്സിനെ കുറിച്ച് ഇതിൽ പഠിക്കാണ്ട്, പൊളിറ്റിയെ കുറിച്ച് പഠിക്കാണ്ട് പാഠം തന്നെ എന്താണ്? ഇക്കോണമി, പൊളിറ്റി ആൻഡ് റിലീജിയൻ എന്നാണ് നമ്മൾ പഠിച്ചത് പാഠം. അപ്പൊ ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഇല്ലേ അതില്? അതാണ് നമ്മുടെ റിലീജിയൻ എന്ന് പറയുന്നത്. എന്താണ് റിലീജിയൻ? ഡിസ്ക്രൈബ് ദ ഫീച്ചേഴ്സ് ഓഫ് റിലീജിയൻ. ആയിരക്കണക്കിന് വർഷത്തെ സ്വാധീനമുണ്ട് എന്തിന്? മതത്തിന്. ഓക്കെ, റിലീജിയന് ആയിരക്കണക്കിന് വർഷത്തെ പ്രാധാന്യം എന്തിലുണ്ട്? മതത്തിനുണ്ട്. പ്രകൃതി ശക്തിയിലുള്ള വിശ്വാസം അല്ലെ? നമുക്കറിയാം പണ്ട് മഴ, മഞ്ഞ്, വെയില് ഇങ്ങനെയൊക്കെ ആരാധിച്ചിരുന്നു. എന്താണ്? ഇന്ദ്രദേവനെ, അതുപോലെ തന്നെ വരുണനെ, അഗ്നിദേവനെ ഒക്കെ ആരാധിച്ചിരുന്നു. വിഗ്രഹ ആരാധന
കല്ലുകൾ ആരാധന, ലിംഗ ആരാധന, ഇങ്ങനെയുള്ള കുറെ ആരാധനകൾ എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ ഇവിടെ ഉണ്ട്, ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ട്. അതാണ് പറയുന്നത് പ്രകൃതി ശക്തിയിന്മേലുള്ള വിശ്വാസം. പ്രകൃതി ശക്തിയിന്മേലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? പ്രകൃതിയെ തന്നെ എന്ത് ചെയ്തു? അവർ മഴ വേണമെന്നുള്ളപ്പോൾ ആകാശത്തിലോട്ട് നോക്കി പ്രാർത്ഥിച്ചു, മഴ എന്ത് ചെയ്തു? വരുത്തിച്ചു. അങ്ങനെയുള്ള പ്രകൃതി ശക്തിയിന്മേലുള്ള വിശ്വാസം നമ്മൾ ഇപ്പോഴും കാണുന്ന റിലീജിയൻ ഉടലെടുക്കുന്നതിന് മുന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ പരിശുദ്ധ സങ്കല്പം ഉണ്ട് അല്ലെ? പരിശുദ്ധ സങ്കല്പം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ റിലീജിയൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മള് അതിനെ എന്താണ്, ഒരു ഹോളിസ്റ്റിക് ആയിട്ട് അപ്രോച്ചാണ് നമ്മൾ കൊടുക്കുന്നത്, വിശുദ്ധമായിട്ടുള്ളൊരു കാര്യത്തിലൂടെയാണ്. അതായത് ബൈബിൾ ആയാലും ഖുർആൻ ആയാലും ഭഗവത്ഗീത ആയാലും രാമായണം ആയാലും അവയ്ക്കൊക്കെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു പരിശുദ്ധ സങ്കല്പം കൊടുക്കുന്നുണ്ട്. ആചാര അനുഷ്ഠാനങ്ങളുണ്ട് അല്ലെ? നമുക്ക് എല്ലാത്തിലും എന്തുണ്ട്? ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. ഇപ്പൊ ഹിന്ദു മതത്തിലാണെങ്കിൽ അവർ എവിടെ പോകുന്നു? ക്ഷേത്രത്തിലോട്ട് പോകുന്നു. പിന്നെ ക്രിസ്ത്യൻസ് ആണ് എവിടെ പോകുന്നു? പള്ളിയിൽ പോകുന്നു. മുസ്ലിംസ് ആണ് എവിടെ പോകുന്നു? മോസ്കിൽ പോകുന്നു. അങ്ങനെ ആചാര അനുഷ്ഠാനങ്ങൾ എവിടെയുണ്ട്? നമ്മുടെ മതത്തില് ഉണ്ട്. മോക്ഷപ്രാപ്തി ഉണ്ട് അല്ലെ? എല്ലാ മതത്തിലും കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട്. ആരാ? നമുക്കറിയാം മക്കയിലും മദീനയിലും നമ്മൾ മുസ്ലിം വിഭാഗക്കാർ പോകുന്നു. അതുപോലെ തന്നെ ഇവിടെ ഹിന്ദുക്കളാണെങ്കിൽ എന്താണ്? മോക്ഷം കർമ്മയിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? വിചാരിക്കുന്നുണ്ട്. ക്രിസ്ത്യൻസ് ആണെങ്കിൽ സ്വർഗം അല്ലെ? സ്വർഗം ലഭിക്കണം. അങ്ങനെയുള്ള ഒരു മോക്ഷപ്രാപ്തി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മതങ്ങളിൽ ഉണ്ട്, എല്ലാ മതത്തിലും ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. റിലീജിയനെ കുറിച്ചാണ് പഠിക്കുന്നത്. റിലീജിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പരിശുദ്ധ സങ്കല്പമാണല്ലേ? ഒരു വിശ്വാസത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അടക്കി പിടിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിൽ നമ്മൾ അനുസരിച്ച് ജീവിക്കുന്നുണ്ട്. ആ വിശ്വാസത്തെ പരിശുദ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിലുള്ള ആശയങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ശ്രദ്ധിച്ച് അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? റിലീജിയനിൽ വരുന്നത്. പിന്നെ ആരാധന ആലയം ഉണ്ട് അല്ലെ? ഇന്ന ആ വിഭാഗത്തിൽപ്പെട്ട ഇന്ന മതത്തിൽപ്പെട്ടവർക്ക് ഇന്ന ഒരു ആരാധന ആലയം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലെ? ഹിന്ദുക്കൾ എവിടെയെങ്കിലും മുസ്ലിംസിന്റെ സഭയിൽ പോവോ? ഇല്ല. ക്രിസ്ത്യൻസ് എവിടെയെങ്കിലും പോകുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? മോസ്ക് എന്നും അതുപോലെ തന്നെ ചർച്ച് എന്നും അതുപോലെ തന്നെ ടെമ്പിൾ എന്നും ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലെ? ഡിവൈഡ് ഉണ്ട് അല്ലെ? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ നാനാത്വത്തിൽ ഏകത്വമാണ്. ഒരു മതത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രാജ്യമല്ല നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ എല്ലാ മതങ്ങളുടെയും എന്താണ്? ഒരു എന്തെന്ന് പറയുന്നത്? ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളുണ്ട്. ഹിന്ദു മതം, ക്രിസ്തു മതം, ജൈന മതം, ബുദ്ധമതം, സിഖ് മതം, പാഴ്സി മതം, അങ്ങനെ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത എന്തുണ്ട്? മതങ്ങളുള്ള ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് ഒരു ഇന്ത്യക്കാരന് ഒരു മതത്തെ എന്ത് ചെയ്യുന്നില്ല? പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒരു ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് നമുക്ക് ഏത് മതത്തിലോ ഏത് രീതിയിലോ നമുക്ക് വിശ്വസിക്കാനുള്ള എന്തുണ്ട്? റൈറ്റ്സ് ഉണ്ട്. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന നാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഒരു ആരാധനാലയം നമുക്കുണ്ട്. പിന്നെ മതപരമായ ഒരു ശ്രേണിയുണ്ട് അല്ലെ? ഒരു മതപരമായ ഒരു ഹൈറാർക്കി ഉണ്ട്. നമുക്കറിയാം മോസ്കിൽ പോയാൽ കഴിഞ്ഞാൽ എന്തുണ്ട്? അവിടെ എന്താണ്? അവിടെ പ്രവാചകനുണ്ട്. ക്ഷേത്രത്തിലാണെങ്കിൽ പൂജാരിയും കാര്യങ്ങളുണ്ട്. ചർച്ചിലാണെങ്കിൽ പ്രീസ്റ്റ് ഉണ്ട് അല്ലെ? അവിടെ പ്രീസ്റ്റ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതനുസരിച്ച് ഫോളോ ചെയ്യുന്നുണ്ട്. പാരായണമായാലും ബൈബിൾ ആയാലും ആശയങ്ങളായാലും മതമായാലും നമ്മൾ അതനുസരിച്ച് കീപ്പ് ചെയ്ത് പോകുന്നില്ലേ? അതിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ മതപരമായ ശ്രേണി എന്ന് പറയുന്നത്. അപ്പൊ ഫീച്ചേഴ്സ് ഓഫ് റിലീജിയൻ ഏതൊക്കെയാണ്? ആയിരക്കണക്കിന് വർഷത്തെ പ്രാധാന്യം ഉണ്ടല്ലേ നമ്മുടെ ഇന്ത്യക്ക്? അതായത് ഇന്ത്യക്കല്ല, എല്ലാ മതങ്ങൾക്കും ആയിരക്കണക്കിന് വർഷത്തിന് പ്രാധാന്യം. നമുക്കറിയാം ജൈനമതം അല്ലെ? വർത്തമാന മഹാവീരൻ. ബുദ്ധമതം ആരായിരുന്നു? നമ്മുടെ ബുദ്ധൻ അല്ലെ? ശ്രീ ബുദ്ധൻ. ഇവരെല്ലാം എന്ത് ചെയ്തു? ഒരുപാട് മതത്തിൽ അല്ലെങ്കിൽ ഒരുപാട് എന്താണ് വീക്ഷണ രീതിയിൽ നിന്നും കൊണ്ടാണ് അവരുടെ മതസംഹിതകളെല്ലാം നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്തത്? ഉടലെടുത്തത്. ഇന്നും ജൈനമതം വിശ്വസിക്കുന്നവരുണ്ട്, ഇന്നും ബുദ്ധമതം വിശ്വസിക്കുന്നവരുണ്ട്. അപ്പൊ ഇവിടെയും പറയുന്നുണ്ട് പ്രകൃതി ശക്തിയിന്മേലുള്ള വിശ്വാസമാണ് അല്ലെ? ഇന്ത്യ എന്ന് പറയുമ്പോൾ, ഇന്ത്യ എന്നല്ല, റിലീജിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രകൃതി ശക്തിയിന്മേലുള്ള വിശ്വാസം. പ്രകൃതി ശക്തിയിൽ വിശ്വസിച്ചിരുന്നു. പരിശുദ്ധ സങ്കല്പമാണ് അല്ലെ? ഒരു വിശ്വാസം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? പരിശുദ്ധ സങ്കല്പമാണ്. ആചാര അനുഷ്ഠാനങ്ങളുണ്ട് അല്ലെ? നമുക്ക് വേണ്ട ആചാര അനുഷ്ഠാനങ്ങളുണ്ട് അല്ലെ? ഒരുപാട് ആചാരങ്ങളുണ്ട്. ഒരുപാട് ശബരിമലയ്ക്ക് പോകുന്നവരുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ മക്കയിൽ പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ കുരിശുമലയിൽ പോകുന്നവരുണ്ട്. നമുക്ക് ഇതെല്ലാം നമ്മുടെ ആചാരത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നവരാണ് അല്ലെ? പിന്നെ അതുപോലെ തന്നെ ഒരു മോക്ഷപ്രാപ്തി, കർമ്മ എന്ന് പറഞ്ഞതും സ്വർഗ എന്ന് പറഞ്ഞതും ഒക്കെ ഉള്ള കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ആരാധനാലയം ഉണ്ട്. പോയിന്റാണ്. ആരാധനാലയം റിലീജിയനുണ്ട്. റിലീജിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ട്? ഒരു ആരാധനാലയത്തിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മതപരമായ ഒരു ശ്രേണിയുണ്ട്. ഇതെല്ലാം നമ്മുടെ റിലീജിയന്റെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, റിലീജിയന്റെ ഫീച്ചേഴ്സ് ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് പവറും അതുപോലെ തന്നെ അതോറിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഒരു പാഠത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും അത് ഈ ഒരു പാഠത്തിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാം. എന്താണ് ഡിസ്ക്രൈബ്? എന്താണ് പവർ ആൻഡ് അതോറിറ്റി?
പവറും അതോറിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. എന്താണ് പവർ, എന്താണ് അതോറിറ്റി? പവർ എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ അവരുടെ ഇച്ഛയ്ക്കും എതിർപ്പിനും അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടി നിയന്ത്രിക്കാനുള്ള മറ്റൊരാളുടെ കഴിവിനെയാണ് ശക്തി എന്ന് പറയുന്നത്. ഇത് ഞാൻ ഇനി ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഇത് നോക്കാം, അപ്പൊ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ ഫ്രണ്ടിൽ ഒരു കുട്ടി ഇരിക്കുകയാണ്, അവന് ഈ ഒരു ഫുഡ്, ഇവിടെ ഒരു ഫുഡ് വെച്ചിട്ടുണ്ട്, ആ ഫുഡ് അവന് ഇഷ്ടമില്ല. ഞാൻ എന്ത് ചെയ്യാണ്? അവന് എന്ത് ചെയ്തേ പറ്റൂ? ഞാനൊരു അധ്യാപികയാണ്, അവനെ എന്ത് ചെയ്യാണ്? അതിനെ നിർബന്ധിച്ച് ആ ഫുഡിനെ എന്ത് ചെയ്യുകയാണ്? കഴിപ്പിക്കുകയാണ്, അല്ലെ? കഴിപ്പിക്കണം. അവന് അതെന്ത് താല്പര്യമില്ല, ആ ഫുഡ് കഴിക്കാനായിട്ട് ആ കുട്ടിക്ക് താല്പര്യമില്ല. പക്ഷെ ഞാൻ അവനെ നിർബന്ധിച്ച് ആ ഫുഡ് അവനെ ഫീഡ് ചെയ്യിപ്പിക്കുകയാണ്, അവനെ കഴിപ്പിക്കുകയാണ്, അല്ലെ? അവന് ഇഷ്ടമില്ല അത്, പക്ഷെ ഞാൻ കഴിപ്പിക്കുകയാണ്. ഞാൻ എന്താണ് ടീച്ചർ. അപ്പൊ ഞാൻ ചെയ്യുന്നത് കൊണ്ട്, എൻ്റെ കയ്യിൽ ഒരു പവർ ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ആ പവർ ഉപയോഗിച്ച് അവനെ എന്ത് ചെയ്യുന്നുണ്ട്? അത് കഴിപ്പിക്കുന്നുണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പവർ എന്ന് വിളിക്കുന്നത്. അത് എനിക്കൊരു പവർ ഉള്ളത് കൊണ്ട് ഞാൻ അവനെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ആഹാരം കഴിപ്പിക്കുന്നു. ഇനി അതോറിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ജനങ്ങളുടെ പൊതുവായ ഇച്ഛയെ പ്രതിനിധീകരിക്കുന്നതും ജനങ്ങൾ സ്വമേധയെ അംഗീകരിക്കുന്നതും ശക്തി അല്ലെങ്കിൽ അധികാരം, അതൊക്കെയാണ് എന്ന് പറയുന്നത് അധികാരം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് പറയുന്നുണ്ട് ഹെൽമറ്റ് ധരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഇത് ചെയ്യണം എന്നൊക്കെ പറയില്ലേ? അതിനെയാണ് എന്ത് വിളിക്കുന്നത്? അതോറിറ്റി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് ഒരാളെ ഇഷ്ടമില്ല, കുട്ടിയെ ഇഷ്ടമില്ലാതിരുന്നിട്ട് ഞാൻ ഫുഡ് കഴിപ്പിച്ചില്ലേ, അല്ലെങ്കിൽ അവന് ഇഷ്ടമില്ല, അവന് താല്പര്യമില്ലാത്ത ഒരു കാര്യം ഞാൻ അടിച്ചേൽപ്പിക്കുകയാണ്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ശക്തി അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത്. അതോറിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലേ? ഗവൺമെന്റ് പറയുകയാണ് ജനങ്ങളുടെ പൊതുവായ ഇച്ഛയെ പ്രതിനിധീകരിക്കുകയും ജനങ്ങൾ സ്വമേധ അംഗീകരിക്കുകയാണ്. ജനങ്ങൾ എന്ത് ചെയ്യണം? അംഗീകരിച്ചേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? ജനങ്ങൾ അംഗീകരിക്കണം, ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യണം? ഹെൽമെറ്റ് ധരിക്കണം, ഫൈൻ അല്ലെങ്കിൽ ഈടാക്കും, സീറ്റ് ബെൽറ്റ് ഇടണം. ഇത് എന്ത് ചെയ്യണം? നമ്മളെ ഗവൺമെന്റ് പറയുന്നത് നമ്മൾ സ്വമേധയെ അംഗീകരിക്കുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? അതോറിറ്റി എന്ന് വിളിക്കുന്നു, അധികാരം എന്ന് വിളിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? രണ്ടും തമ്മിൽ. ഒരാളെ ഇഷ്ടമില്ലാതെ അത് നിന്നെ അടിച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കുകയാണ്? പവർ എന്ന് വിളിക്കുന്നു, ശക്തി എന്ന് വിളിക്കുന്നു. ഒരാൾക്ക് താല്പര്യം ഇല്ലാതിരുന്നിട്ട് കൂടെ എന്ത് ചെയ്യാണ്? എന്താണ് ഞാൻ അത് നിർബന്ധിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ശക്തി അല്ലെങ്കിൽ പവർ എന്ന് വിളിക്കുന്നത്. അത് സ്വമേധയായിട്ട് അംഗീകരിക്കുകയാണ്, ഞാൻ അത് ചെയ്യണമെന്ന് അംഗീകരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? അതോറിറ്റി എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടും കൂടെ നമ്മൾ ഇങ്ങനെ മാറിപ്പോകും. ഒന്ന് പഠിക്കാം, അതോറിറ്റി പഠിക്കാം. അതോറിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഇന്ത്യയുടെ, അല്ലെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിൽ ഒരു സംഹിതയുണ്ട്, ഒരു ഭരണഘടന അനുശാസിക്കുന്ന കാര്യങ്ങളുണ്ട്, അല്ലെ? ജനങ്ങളുടെ പൊതുവായ എന്തുണ്ട്? ഇച്ഛയുണ്ട്. അതിനെ പ്രതിനിധീകരിക്കുന്നതും ജനങ്ങൾ സ്വമേധയെ അംഗീകരിക്കുന്നതുമായ ശക്തിയാണ്, അല്ലെങ്കിൽ അധികാരത്തെയാണ്. നിയമപരമാണ്, ഇത് നിയമപരമാണ്. കാരണം സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എങ്കിൽ നമ്മളെ എന്ത് ചെയ്യാം? ഫൈനിന് ബാധ്യസ്ഥനാക്കാം. ഇതൊരു എന്താണ്? നിയമപരമായിട്ടുള്ള കാര്യമാണ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? അതോറിറ്റി എന്ന് വിളിക്കുന്നത്, അധികാരം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് നമ്മൾ ചെയ്തേ കഴിയൂ. ഇത് നമ്മൾ എന്താണ് മുന്നോട്ട് ഇത് ചെയ്യണം, അല്ലെ? ഇത് ചെയ്തില്ലെങ്കിൽ നമുക്കത് എന്താണ്? പണിഷ്മെന്റ് ആണ്. അപ്പൊ നമുക്കറിയാം അതൊരു ശിക്ഷയാണെന്ന് അറിഞ്ഞുകൂടെ നമ്മൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് ശിക്ഷ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് അംഗീകരിക്കുകയാണ്. അതിനെ അധികാരമെന്നും മറ്റത് എന്താണ്? പവറും എന്നും പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ പവറും അതോറിറ്റി നമ്മൾ വ്യത്യാസം എന്താണ്? പവർ എന്ന് പറയുന്നതാണ് മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ അവരുടെ ഇച്ഛയ്ക്കും എതിർപ്പിനും അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുന്നുള്ള കഴിവിനെയാണ് എന്ത് വിളിക്കുന്നത്? പവർ എന്ന് വിളിക്കുന്നത്. എന്നാൽ ജനങ്ങളുടെ പൊതുവായ ഇച്ഛയെ പ്രതിനിധീകരിക്കുന്നതും ജനങ്ങൾ സ്വമേധ അംഗീകരിക്കുന്നതുമായ കാര്യത്തെയാണ് വിളിക്കുന്നത് അതോറിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്? ഇതിൽ ഉണ്ട് പരമ്പരാഗത രീതിയുണ്ട്, വ്യക്തിപ്രഭാവ രീതിയുണ്ട്, നിയമന രീതിയുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നത്, അത് വലിയ പ്രാധാന്യമില്ല. നിങ്ങൾ പഠിക്കാനുള്ളത് പവറും അതുപോലെ തന്നെ അതോറിറ്റിയും തമ്മിൽ എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇത്രയാണ് ഡിസ്കസ്. എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, എന്താണ് ഇക്കോണമി? ഇക്കോണമി എന്ന് പറയുമ്പോൾ എന്താണ്? ഉൽപാദനം, വിതരണം, അതുപോലെ ഉപഭോഗം എന്നിവയും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്ന സ്ഥാപനത്തെയാണ് എന്ന് വിളിക്കുന്നത് ഇക്കോണമി എന്ന് വിളിക്കുന്നത്. ഈ ഇക്കോണമി എത്രയായിട്ട് തിരിക്കുന്നുണ്ട്? മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. പ്രിമിറ്റീവ് എന്നും അഗ്രേൻ എന്നും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എന്നും. പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രാകൃതമാണ്, അല്ലെ? മഴ, വെള്ളപ്പൊക്കം ഇവയൊക്കെ ആശ്രയിച്ച് എന്ത് ചെയ്തത്? കൃഷിയൊക്കെ ചെയ്തതിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രിമിറ്റീവ് ഇക്കോണമി. അഗ്രേൻ എന്ന് പറയുമ്പോൾ എന്താണ്? കൃഷിക്ക് വേണ്ടിയിട്ടുള്ള സെറ്റിൽമെന്റ് ആരംഭിക്കുകയാണ്. ഇവിടെ വിത്തും കിഴങ്ങും ഒക്കെ കൊണ്ടുപോയി നട്ടുവെക്കുകയും അതിനെ മുളപ്പിക്കുകയൊക്കെ ചെയ്തു. സ്ത്രീകളുടെ പ്രധാന ജോലിയായിരുന്നു. പിന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു. പിന്നെ പുരുഷന്മാർ എവിടേക്ക് പോയിരുന്നു? ഹണ്ടിങ്ങിനായിട്ട് പോയിട്ടുണ്ട്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഒരു വ്യക്തിക്കായിരുന്നോ? അല്ല, ഒരു സംഘത്തിനോ ഒരു ഗ്രൂപ്പിനോ ആയിരുന്നു. പിന്നെ വ്യവസായ മേഖലയാണ് നമ്മൾ പഠിച്ചത്, അല്ലെ? വ്യവസായ മേഖല എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിലാണ് വന്നത്.
ഇംഗ്ലണ്ടിൽ വന്ന വ്യവസായ മേഖലകളുടെ രീതിയിലനുസരിച്ച് ധാരാളം എന്ത് ചെയ്തു, മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായി. എന്തിലൊക്കെയാണ്? മെഷീൻസിലും കാര്യങ്ങളും. പിന്നെ എക്സ്പ്ലെയിൻ പൊളിറ്റിക്കൽ സിസ്റ്റം. എന്താണ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ, അതായത് സമൂഹത്തിൽ ഭരിക്കപ്പെടേണ്ടവർ എവിടെയാണ്? താഴെത്തട്ടിലും ഭരിക്കുന്നവർ എവിടെയാണ്? മുകൾ തട്ടിലുമാണ് അല്ലെ? അറിയാമല്ലോ, നമ്മുടെ ഗവൺമെന്റും ജനങ്ങളും തന്നെ നമുക്ക് എടുക്കാം. അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ നമ്മൾ എന്താണ്? ബാധ്യസ്ഥരാണ് അല്ലെ? പിന്നെ റിലീജിയനെ കുറിച്ച് പഠിച്ചു. എന്താണ് മതം? മതം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്രകൃതി ശക്തിയിലുള്ള വിശ്വാസമാണ് അല്ലെ? പിന്നെ പരിശുദ്ധമായ സങ്കല്പമുണ്ട്, മോക്ഷപ്രാപ്തിയുണ്ട്, ഒരു ആരാധനാലയമുണ്ട്. നമുക്ക് വീട്ടിൽ ഇരുന്നാലും ദൈവം വിളിച്ചാൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. അതല്ലെങ്കിലും നമ്മൾ എവിടെ പോകുന്നുണ്ട്? ഒരു വിശുദ്ധമായ എവിടെ പോകുന്നുണ്ട്? ഒരു ആരാധനാലയത്തിലോട്ട് പോകുന്നുണ്ട്. പിന്നെ ആചാരാനുഷ്ഠാനങ്ങളുണ്ട് നമുക്ക്. പിന്നെ അതുപോലെ മതപരമായ ശ്രേണിയുണ്ട്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഏതായിരുന്നു? പവറും അതുപോലെ തന്നെ അതോറിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. പവർ എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ട് കൂടെ നമ്മുടെ കഴിവനുസരിച്ച് അവനെ അത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കുന്നു? പവർ എന്ന് വിളിക്കുന്നുണ്ട്. അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമപരമായിട്ടുള്ള ഒരു സംഹിതയാണ്. ആ ഒരു ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? അതോറിറ്റി അല്ലെങ്കിൽ അധികാരം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ഡിസ്കസ് ചെയ്ത ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്. എന്താണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക, എന്നിട്ട് ക്ലാസ് ഒന്ന് പോസ് ചെയ്ത് വെച്ച് കാണുക. നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമുക്ക് കമന്റ് സെക്ഷനിൽ അതുപോലെ കോൺടാക്ട് ചെയ്യുക. കോഴ്സിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.